ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ വൈകുന്നേരം 6 മണി 6:30 ആ ഒരു ടൈമാണ് കേട്ടോ. നേരം ഇരുട്ടിക്കൊണ്ടിരിക്കണു കണ്ടില്ലേ, ഇരുട്ട് ആവണുണ്ട് കേട്ടോ. ഒരു 6:30 ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ്. വൈകുന്നേരത്തുള്ള ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ എന്താ പറയുക, ഡ്രസ്സൊക്കെ മാറി നിൽക്കണത് ചെർപ്പളശ്ശേരി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ അധികം ദിവസമില്ലല്ലോ. ഇനിയിപ്പോൾ ആകെ 10 ദിവസം പോലും തികച്ചില്ല തോന്നുന്നു. അപ്പോൾ നമ്മുടെ കിച്ചുവിന് ബാഗും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ആക്സസറീസൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവനാകെ എന്താ പറയുക, യൂണിഫോമും ചെരുപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളല്ലേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വൈകുന്നേരത്ത് ചെർപ്പളശ്ശേരിക്ക് പോകണം കേട്ടോ. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എന്നാൽ പോകാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നെന്ന് പറയുമ്പോൾ പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയൊന്നും പെയ്തിട്ടില്ല. പിന്നെ ഇതപ്പോൾ മഴക്കാറൊക്കെ ചെറുതായിട്ട് കാണണൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ മെയിൻ്റ് ആക്കണില്ല കേട്ടോ. ഇനി ഇന്നത്തെ പോലെ ഒരു ചാൻസ് ചിലപ്പോൾ ഇനി കിട്ടില്ല. കാരണം ഇനി നാളെ ഇപ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മഴയും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ചളവറ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട് കേട്ടോ ചെർപ്പളശ്ശേരിക്ക്. അപ്പോൾ അതണ്ടില്ലേ, ഞങ്ങൾ ചെർപ്പളശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. നിറയെ വണ്ടിയും ട്രാഫിക് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അർഷാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാൻസിയിലേക്കാണ് കേട്ടോ കയറിയത്. ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ തന്നെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു കടയായിരുന്നു. അപ്പോൾ എന്നാൽ അവിടെ തന്നെ എല്ലാം മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ വന്ന് വണ്ടി നിർത്തിയിട്ടോ. പിന്നെ രാത്രി ആയ കാരണം കൊണ്ട് തന്നെ ഒരുപാട് കടകളിലൊന്നും കയറി ഇറങ്ങാൻ ടൈമില്ല കുട്ടികളെയും കൊണ്ട്. അതിനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കടയിൽ തന്നെ എല്ലാ സാധനങ്ങളും മേടിച്ചാൽ ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഇത് ചെരുപ്പ് ഫുഡ് വെയറും ഒക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ അത്. എല്ലാ സകലമാന സാധനങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബാഗ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മെയിൻ സാധനം അതാണല്ലോ. അപ്പോൾ അത് അങ്ങോട്ട് ഫസ്റ്റ് മേടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ കുറേ ബാഗുകളെടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് തന്നെ ചളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മഴയൊക്കെ അല്ലേ ഇപ്പോൾ, ഈ കരിമ്പനെ കടിച്ചു കഴിഞ്ഞാൽ വേഗം അറിയും. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ബ്ലൂവോ ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും ഡാർക്കായിട്ടുള്ള കളർ എടുത്തു കഴിഞ്ഞാൽ അതാണ് പെട്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനത്തെ എന്നിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരുപാട് അവരെടുത്ത് കാണിച്ചു തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കിച്ചു ഈ ബാഗിലേക്കൊന്നും നോക്കണ പോലും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളും കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവൻ്റെ കണ്ണ് മൊത്തം വണ്ടികളിലേക്കും ഇങ്ങനത്തെ ഐറ്റംസിലേക്കൊക്കെയാണ് കേട്ടോ. ഇവ അധികം കടന്നിങ്ങനെ തിരിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. ബാഗ് ഏതാ വേണ്ട വെച്ചിട്ട് അതൊന്നും നോക്കാൻ തന്നെ അവൻ വരുന്നില്ല. അവനാകെ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്ക് സ്പൈഡർമാൻ്റെ ബാഗ് വേണം എന്ന് മാത്രമേ ഉണ്ടാവാൻ പറഞ്ഞുള്ളൂ. അത് നോക്കി നോക്ക്, അത് അതിനെ ഇത് ഇത് വേണടാ, നോക്കണ കാണിച്ചെടുക്കട്ടെ. ഇതൊന്നും വേണ്ട, അതിലൊക്കെ ചളിയെ വേഗം അറിയും. കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ എടുത്താൽ മതി. അപ്പോൾ ഈ താഴെ ഇരിക്കണ ഈ വണ്ടിയൊക്കെ ഉണ്ടല്ലേ, ഇവന് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് വരുമ്പോൾ അതിലേക്കാണ് കേട്ടോ അവൻ്റെ കണ്ണ് പോണത്. ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മാറ്റി മറിച്ചും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും അത് നോക്കണമില്ല. അവനത് വേണ്ട, എനിക്ക് വണ്ടി മതി, തോക്ക് മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തുമ്പിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ വരുമ്പോൾ തന്നെ അവൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇന്നും ഉറങ്ങിയിട്ടില്ല പകല, കാരണം വേഗം ഉറങ്ങി കേട്ടോ. എൻ്റെ തോളത്ത് കിടക്കണുണ്ട്. അവൾ ആരും ശല്യം ചെയ്യണില്ല കേട്ടോ. അവൾ എൻ്റെ തോളത്ത് തന്നെ കിടക്കണുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ബാഗാണ് കേട്ടോ അവൻ പറഞ്ഞത്, സ്പൈഡർമാൻ്റെ ബാഗ്. പക്ഷെ അവൻ അതിലേക്കൊന്നും അല്ലാട്ടോ ചൂണ്ടിക്കാണിക്കണം. അവൻ ഈ മേലെ ഭാഗത്ത് കാണുന്ന ഈ ഐറ്റംസിലേക്കൊക്കെയാണ് അവൻ്റെ കണ്ണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അവൻ്റെ ഇഷ്ടത്തിന് ഈ ബാഗിനെ എടുത്തു കേട്ടോ. കുറച്ചുകൂടെ വലിപ്പമുള്ളില്ല. പ്ലാസ്റ്റിക്കോ അങ്ങനെ തന്നെ മതി. ബുക്ക് 5-6 ബുക്ക് തന്നെ ഉള്ളൂ. അതിൻ്റെ ചെറുത് എത്താൻ മതി.
വാട്ടർ ബോട്ടിലാണ്. പൊന്നോട് വാ. എന്താ ചക്ക കൊട പോയി എടുക്കണം. ആ ചെറു പൈപ്പുള്ള പൈപ്പില്ലാത്ത വേറെ. ആ ഇങ്ങനത്തെ മതി പൊന്നിയ. മതിയാ ഇങ്ങനത്തെ മതിട്ടാ നല്ലത്. അത് വേണ്ട. അത് നീ ആദ്യം തന്നെ ഒന്ന് മേടിച്ചിട്ടേ കളഞ്ഞതാ. ഇത് എത്ര? ഇത് വേണ്ട കേട്ടോ. അത് എടുത്തു. പിന്നെ എന്താ മറ്റേ ക്രയോൺസ് ആണ് കേട്ടോ. നമ്മൾ ഏത് വേഗം എടുത്തോട്ടെ. അതാണ് ഈ സ്കൂളിലേക്ക് പോകുമ്പോ തോക്കോട് കളിക്കുക. അപ്പോൾ ഞങ്ങളങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങിയിട്ടോ. ഞങ്ങളെന്താ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വേറെ കടകളിലൊന്നും കയറാനില്ല. ഇനിയിപ്പോൾ കുറച്ച് ബിരിയാണി മേടിക്കണം എന്നുണ്ട് കേട്ടോ. അത് മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവർക്ക് ഫ്രൂട്ടി മേടിച്ച് കൊടുത്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇച്ചു അതുകൊണ്ട് അതിരുന്ന് കുടിച്ചും കൊണ്ടിരിക്കാൻ കേട്ടോ. അവൻ്റെ ഈ കുടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു കടയിലേക്ക് തന്നെ ഞങ്ങൾ പോയി ബിരിയാണിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും കിച്ചും കൂട്ടിയിട്ട് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ്. ഞങ്ങൾ ചെറുപ്പശ്ശേരി വന്ന ഇവിടെ നാട്ടെ ബിരിയാണി മേടിക്കുക. ചളവറയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ച് വേറൊരു കടയും കൂടി ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലമുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേനും ഇവരൊക്കെ ഉറങ്ങിയത്. രണ്ടാളും ഉറങ്ങി. ഞങ്ങൾ പിടിച്ച് നീപ്പിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാതെ അങ്ങനെ കിടക്കും ഇവർ. അപ്പോൾ നീപ്പിച്ചു. ചോറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ബിരിയാണിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിക്കണം. കുട്ടികൾക്ക് വാരി കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അവർക്ക് വാരി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല ചിക്കൻ പൊരിച്ച സംഭവമൊക്കെ കേട്ടോ ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാട്ടോ കിച്ചുവിന് മേടിച്ച സാധനങ്ങൾ. അപ്സരയുടെ ഒരു പെൻസിലിൻ്റെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഷാർപ്പ്നർ ഇറേസറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അത് അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ സെപ്പറേറ്റ് വേറെ മറ്റേ കണ്ടില്ലേ ഈ സംഭവം മേടിച്ചു കേട്ടോ. ഇത് ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ ഒന്ന് കഴിക്കാനുള്ളത് ഫുഡ് കൊണ്ടുപോകാനുള്ളത്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, സ്റ്റാപ്ലറൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ചെറിയൊരു നോട്ട്ബുക്ക് മേടിച്ചാണ് കേട്ടോ. ഒറ്റ ഒരെണ്ണം മേടിച്ചുള്ളൂ. നോട്ട്ബുക്കിൻ്റെ അതിന് ആവശ്യമില്ല ഇപ്പോൾ. പക്ഷെ എന്നാലും ഒരെണ്ണം വെറുതെ മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ക്രയോൺസ്, പെൻസിൽ ക്രയോൺസ് ഉണ്ടല്ലോ, അത് കിട്ടിയില്ല കേട്ടോ. അതവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ രാത്രി പോയ കാരണം കൊണ്ട് തന്നെ വേറെ കടകളിലേക്കും നടന്നില്ല കേട്ടോ. പിന്നെ ഒരു പെന്നും മേടിച്ചു കേട്ടോ. അത് പെന്നോടൊന്നും അപ്പോൾ അവൻ എഴുതിയില്ല, പെൻസിലും കൊണ്ട് തന്നെ ആയിരിക്കും. അത് വെറുതെ മേടിച്ചാണ് കേട്ടോ. പിന്നെ ഒരു ബോക്സ്. പിന്നെ ഇതാ മെയിൻ സാധനം ബാഗ്. സ്പൈഡർമാൻ്റെ ബാഗ് തന്നെ വേണം പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ബാഗും മേടിച്ചു കേട്ടോ. എനിക്ക് സ്പൈഡർമാനൊക്കെയാണ് ഇപ്പം ഇഷ്ടം. ആയതെന്താ സംഭവം? ഇതാ കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ഫ്രീ കിട്ടിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പാക്കറ്റ് മിഠായിയും ഒക്കെ ഫ്രീ കിട്ടി കേട്ടോ. വാങ്ങിച്ച കടയിൽ നിന്ന്. പൊന്നെ പിന്നാണ് കൊണ്ടാ അങ്ങോട്ട് ഇങ്ങോട്ട് താ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ മേടിച്ചത്. പിന്നെ നമ്മൾ ഈ ബുക്ക് പൊതിയുന്ന ബ്രൗൺ പേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവരിതിൽ വെച്ചിട്ടില്ല സംഭവം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ നോക്കിയത്. ആ സംഭവം ഇവിടെ വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. എന്നിട്ട് വേണം അവരെ ബുക്കുകളൊക്കെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാൻ. ഇനിയിപ്പോൾ സ്കൂളുകൾക്ക് അധികം വിരലിലുണ്ടാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്ലേറ്റ് പെൻസിലും സ്ലേറ്റൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോണ്ട് അത് മേടിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ സ്ലേറ്റിൻ്റെ ഒക്കെ ആവശ്യം വന്നാൽ അപ്പം നമുക്ക് വേറെ ഒന്ന് മേടിക്കാം. ഇവിടെ ഇരിക്കുന്നത് അവൻ്റെ അംഗനവാടിയുടെ പഴയ സ്ലേറ്റാണ്. കുട്ടി അവിടെ വെക്കി. അത് പെൻസിലാണ്. അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെ തന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.